ഇതിന്റെ ബേസിക് ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്ന സംഗതി പുതിയ വരുമാന പദ്ധതികൾ വിഭാവനം ചെയ്യുന്നതിൽ ഈ ബജറ്റിന് അധികം മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അതിൽ കാണുന്ന ഈ മാരിടൈം റൂട്ട് പോലുള്ള സംഗതികളാവട്ടെ നമുക്ക് വേഗം പ്രൊഡക്റ്റീവ് ആവുന്ന പദ്ധതികളുമല്ല. പിന്നെ രണ്ടാമത് ഈ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ എന്നൊക്കെ പറയുന്നത് സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. നമ്മളിപ്പോൾ ഈ റൂട്ട് എന്ന് പറയുന്നത് ഈ പറഞ്ഞ മാരിടൈം റൂട്ട് അല്ലെങ്കിൽ തുറമുഖ നഗരം എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഖനനം എന്ന് പറയുന്ന അതിന്റെ പേരെ ഉയർന്നു വരുന്ന ആരോപണം അല്ലെങ്കിൽ ഉയർന്നു വരുന്ന ആശങ്ക ചെറിയൊരു ആശങ്കയല്ല, വലിയ വൻകിട കോർപ്പറേറ്റുകൾ നമ്മുടെ ഖനന മേഖലയിലേക്ക് വരാൻ പോകുന്നുള്ള ക്വസ്റ്റൻ അവിടെ നിൽക്കുന്നുണ്ട്. മോദി സർക്കാരിന്റെ ഈ ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്, ആശയം ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. നികുതി നിർദ്ദേശമില്ല, ആളുകൾക്ക് ഫീസുകൾ കൂട്ടുന്നില്ല എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലുള്ള സ്പെൻഡിങ് കുറച്ചിട്ടുള്ള ഒരു ബജറ്റാണിത്. ഏതെങ്കിലും മേഖലയ്ക്ക് കാര്യമായി പൈസ കൊടുത്തിട്ടില്ല നേരത്തെ പറഞ്ഞില്ല, കൊടുത്തിട്ടില്ലല്ലോ. ഒരു മേഖലയ്ക്കും ആവശ്യമായ പൈസ കൊടുക്കുക എന്ന പ്ലാൻ ഈ ബജറ്റിനകത്തില്ല. ചുമ്മാ നമ്മൾ കാര്യം നോക്കിയാൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പരിപാടിക്ക് 10 കോടിയെ വകയിരുത്താൻ ഇപ്പൊ പറ്റിയിട്ടുള്ളൂ. അത് അതിന്റെ പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണെന്ന് പറയുമ്പോഴും ആ പ്രോജക്ടിന് ഇത്ര കോടി അനുവദിക്കും, അതിന് ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വരുമാനം കണ്ടെത്തും എന്നൊരു പ്ലാനില്ല, എന്നൊരു റൂട്ട് അതിനില്ല. അലോക്കേഷൻസ് എല്ലാം കുറവാണ്. സിമ്പിളായ ഒരു കാര്യം ആലോചിച്ചാൽ കൊച്ചിയിലെ മെഡിക്കൽ കോളേജിന് 10 കോടി അനുവദിച്ചിട്ടുണ്ട്. കൊച്ചിയിലെ മെഡിക്കൽ കോളേജിന് കിഫ്ബി വഴി ഇതിൽ കൂടുതൽ കോടി അനുവദിച്ചിട്ടുണ്ട് ആര്? LDF സർക്കാർ. പക്ഷേ ഈ സർക്കാർ 10 കോടി അനുവദിക്കുന്നുള്ളൂ. അങ്ങനെ 10 കോടി എന്തിനാണ് പ്രാരംഭ നടപടികൾക്ക്? കൊച്ചി മെഡിക്കൽ കോളേജിന് എന്തിനാണ് പ്രാരംഭ നടപടി? അതിന്റെ നവീകരണത്തിന് ഇനി അതിൽ കൂടുതൽ കോടികൾ അനുവദിക്കേണ്ട ഒരു സന്ദർഭത്തിലാണ് ആ മെഡിക്കൽ കോളേജുകൾ. അപ്പോൾ എന്തിനാ 10 കോടി? അപ്പോൾ കിഫ്ബി നിങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്യാൻ പോകണമെന്ന് തോന്നുന്നു. അപ്പോൾ അതുവഴിയുള്ള പരിപാടി ഇനിയില്ല. അപ്പോൾ ഈ കൊടുത്തിട്ടുള്ള പൈസ ഇപ്പൊ 600 കോടി രൂപ KSRTCക്ക് കൊടുക്കുന്നുണ്ട്. മാസം 80 കോടി നഷ്ടമാണെന്ന് പറഞ്ഞത് അല്ലേ? പ്രിയദർശിനി പ്രഖ്യാപിച്ചിട്ട് 80 കോടി നഷ്ടമുള്ള KSRTCക്ക് 600 കോടി രൂപ അഡീഷണൽ കൊടുത്താൽ KSRTC പോകും. നേരത്തെ പറഞ്ഞാൽ ഈ ബജറ്റിന് ഏറ്റവും പ്രധാനമായി ലാക്ക് ചെയ്യുന്ന സംഗതി, അതായത് കേന്ദ്ര സർക്കാർ നമുക്ക് പൈസ തരാനുണ്ട്. കേന്ദ്ര ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് 10,000 കോടി ഗ്യാപ്പ് ഉണ്ടെന്ന് ഈ ബജറ്റ് തന്നെ പറയുന്നുണ്ട്. സോ നമുക്ക് കേന്ദ്ര സർക്കാർ പൈസ തരാനുണ്ട്. നമ്മൾ ആ കേന്ദ്ര സർക്കാർ പൈസയ്ക്ക് വേണ്ടി നിരന്തരമായ പോരാട്ടത്തിലാണെന്ന് ഒരു പൊളിറ്റിക്കൽ നിലപാടിലായിരുന്നു കഴിഞ്ഞ LDF സർക്കാർ ഉണ്ടായിരുന്നത്. പക്ഷേ അന്നും ഇന്നും കേന്ദ്ര സർക്കാരുമായിട്ട് ആ ഫൈറ്റിന് പോവേണ്ടതില്ല എന്ന മട്ടാണ് ഈ സർക്കാരിനുള്ളത്. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ആ ഫണ്ടിന്റെ ഗ്യാപ്പിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തനി എന്തോ ചെയ്യാൻ പോകണം ഇവർ എന്നാണ് നമ്മൾ ഉറ്റുനോക്കിയിരുന്ന കാര്യം. അപ്പൊ ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത്? കേന്ദ്ര ഫണ്ട് എന്ന് പറയുന്ന ആ ദീർഘകാല തർക്കത്തെ അവഗണിച്ചുകൊണ്ട് ഇവിടെ എങ്ങനെ പൈസ ഉണ്ടാക്കാൻ പോകുന്നു? അതിനൊന്നും ഉത്തരം കിട്ടിയിട്ടില്ലല്ലോ. അതായത് പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളത് നമ്മൾ ഈ പറഞ്ഞ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കും. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കേണ്ടതാണ്. നികുതി കുടിശ്ശിക പിരിച്ചെടുക്കുക, അതിന്റെ പരമാവധിയിൽ പോകുക എന്നുള്ള പ്ലാൻ കഴിഞ്ഞ 3-4 സർക്കാരുകളുടെ ബജറ്റിൽ നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന കാര്യമാണ്. പുതിയ കാര്യമൊന്നുമല്ല. KN ബാലഗോപാൽ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുവന്ന നികുതി കുടിശ്ശിക പരമാവധി പിരിച്ചെടുക്കുക, എല്ലാത്തരം കുടിശ്ശികയും പിരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ പിരിച്ചെടുത്തുകൊണ്ട് കൂടിയാണ് മുൻ സർക്കാരിനെ അപേക്ഷിച്ച് കൂടുതൽ പിരിച്ചെടുത്തുകൊണ്ട് കൂടിയാണ് ആ സർക്കാർ മുന്നോട്ട് പോയത്. അതുകൊണ്ടാണ് ഏറ്റവും അവസാനത്തെ ഫെസ്റ്റിവൽ സീസണൊക്കെ അവർക്ക് റൺ ചെയ്യാൻ പറ്റിയത്. ഈ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാൻ കുറെ കുടിശ്ശികയുണ്ട്, അത് പിരിച്ചെടുത്തു. നമുക്ക് ഇതങ്ങോട്ട് ഈ വർഷം ഓടിക്കാം, അടുത്ത വർഷം ഓടിക്കാം. അതുകൊണ്ട് ദീർഘകാലം പോകാൻ പറ്റുമോ? കിട്ടാനുള്ള കുറെ പൈസ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നം ഒപ്പിക്കാമെന്ന് പറഞ്ഞാൽ അത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കാണുന്ന ഒരു കാര്യം, ഇതിനകത്ത് ദീർഘകാല സ്വഭാവത്തിലുള്ള പുതിയ വരുമാന പദ്ധതികളില്ല. അപ്പൊ ഈ ബജറ്റിനെ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ എല്ലായിടത്തും കുറച്ച് പൈസ. 50 കോടി രൂപ മലബാറിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം പണിയാൻ 50 കോടി, അല്ലെങ്കിൽ കാവുകളുടെ സംരക്ഷണത്തിന് 5 കോടി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആരാധനാലയ റൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഇത്ര കോടി. അങ്ങനെ എല്ലാത്തിനും പൈസ ഇങ്ങനെ വീതിച്ച് വെച്ച് പോകുന്നതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു ആഴമുള്ള വിഭാവനത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല.